സിക്കിമിൽ തുരങ്ക ദുരന്തത്തിൽ മരണമടഞ്ഞ ജിയോളജിസ്റ്റും ബ്ലോഗറും ശാസ്ത്രലേഖകനുമായ പാമ്പാടി പത്താഴക്കുഴി കൂരോത്തുപറമ്പിൽ അനീഷ് മോഹനന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം നടത്തി. ഇദ്ദേഹം പറയുന്ന രീതിക്ക് ഈ ആംബുലൻസിന്റെ ഓപ്പറേറ്റർ ഇവിടുന്ന് പെട്ടി കയ്യിലെടുക്കും. അടി താങ്ങി എടുക്കണേ, അടി താങ്ങി എടുക്കണേ, പുഴയെ മാത്രം പിടിക്കരുത്. എത്ര പുറകോട്ട് സിക്കിമിൽ നിന്നും ആംബുലൻസിൽ റോഡ് മാർഗം വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് കൊൽക്കത്ത വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിച്ചത്. അവിടെ ക്രമീകരിച്ച മൊബൈൽ യൂണിറ്റിൽ വൈകിട്ട് 3:30 എംബാം ചെയ്ത മൃതദേഹം രാത്രി 11ഓടെയാണ് വിമാനമാർഗം കൊച്ചിയിലേക്ക് പുറപ്പെട്ടത്. ശനിയാഴ്ച രാവിലെ കൊച്ചിയിലെത്തിച്ച മൃതദേഹം ആംബുലൻസിലാണ് വീട്ടിലേക്ക് എത്തിച്ചത്. അനീഷിൻ്റെ ഭാര്യ സംഗീത, സഹോദരൻ സനൽ, അനീഷിൻ്റെ സഹോദരൻ ബിനീഷിൻ്റെ സുഹൃത്ത് സാബി ബേബി എന്നിവരും അനീഷ് ജോലി ചെയ്തിരുന്ന NHPCയുടെ ഉദ്യോഗസ്ഥരും മൃതദേഹത്തെ അനുഗമിച്ചു. അനീഷിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ ഒരു നോക്ക് കാണുവാൻ നാടൊന്നാകെ ഒഴുകിയെത്തി. തീരാദുഃഖത്തിലായ കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും നാട്ടുകാരും അനീഷിൻ്റെ സുഹൃത്തുക്കൾക്കും താങ്ങാൻ കഴിയാത്ത നിമിഷമായിരുന്നു. അനീഷ് എന്നും തൻ്റെ ശാസ്ത്ര കൗതുകങ്ങൾ വിവരിക്കുന്ന യൂട്യൂബ് ചാനൽ വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ശാസ്ത്ര കൗതുകങ്ങൾക്കും ആവേശമുണർത്തിയിരുന്നു. പാറ തുറക്കുന്നതിനിടയിൽ ഭൂമിക്കടിയിലുണ്ടായ മീഥൈൽ വാതക ചോർച്ചയെ തുടർന്നാണ് കഴിഞ്ഞ 20-ന് സ്ഫോടനമുണ്ടായത്. കേരള മുഖ്യമന്ത്രി VD സതീശൻ്റെ പ്രത്യേക ഇടപെടലിലാണ് നോർക്കയുടെ സഹായത്തോടെ മൃതദേഹം വിമാനത്തിൽ നാട്ടിലെത്തിക്കുവാൻ കഴിഞ്ഞത്. i4 ന്യൂസ്, ഏറ്റുമാനൂർ. നമ്മുടെ അനീഷ് മോഹൻ നമ്മളെ ലോകത്തിന് തന്നെ നഷ്ടമായിട്ടാണ് അറിയാം. ഇത്ര വലിയ പൊസിഷനിൽ ഇരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു നിര്യാണം ഉണ്ടാകുന്നതാണ് നാടിന് ഇല്ലാതിഷ്ടമാണ്. ഓരോ വ്യക്തികൾക്കും അതിൻ്റെ
രണ്ടെണ്ണവും ഉണ്ട്.